മുഖ്യമന്ത്രി ഇന്നലെ ആലപ്പുഴയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളന വേദിയിൽ പറയുന്നത് സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആരെയും സമ്മതിക്കില്ലെന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനത്തോടെ ചോദിക്കാനുള്ളത് സഖാവ് ശ്രീ പിണറായി വിജയൻ അവർകളെ, അപ്പം നിങ്ങൾ ആണുങ്ങളുടെ അഭിമാനവും സ്ത്രീയുടെ അഭിമാനത്തെ ആരും ചോദ്യം ചെയ്യരുത്, സംശയമൊന്നുമില്ല. പക്ഷെ പുരുഷന്മാരുടെ അഭിമാനവും സ്ത്രീയെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും വിഷമിപ്പിക്കരുത്. അപ്പം പുരുഷന്മാരെ ഈ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും വ്യാജ കേസുകൾ കൊണ്ടും വേദനിപ്പിക്കുമ്പോഴോ? രണ്ട്, താങ്കൾ എന്നോട് പറയുകയുണ്ടായി ഈ ചാനൽ ചർച്ച ഒന്നാം ചാനൽ ചർച്ചയിൽ എന്നോട് അതിരൂക്ഷമായി പെരുമാറി എന്നൊക്കെ. ഒന്ന്, ഞാനൊരു ഗാന്ധിയനാണ്, മധ്യവർത്തി നിലപാടുകാരനാണ്. അതുകൊണ്ട് തന്നെ ഏത് വ്യക്തി ചോദിച്ചാലും റഷ്യ സ്ത്രീ ആണെങ്കിൽ ബഹുമാനത്തോടെ പ്രതികരിക്കൂ. രണ്ട്, എന്റെ മനസ്സിന്റെ ഉള്ളിലും കാണാം എന്തെങ്കിലും രീതിയിൽ അവർ പറയുന്നൊരു വാക്ക് തിരിച്ചു പറഞ്ഞാൽ ഞാൻ ജയിലിൽ പോകേണ്ടി വരും. എന്നെ എത്രയോ ചാനൽ ചർച്ചകൾ മാഡം കേട്ടോ എന്നറിയില്ല, പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അതിനൊക്കെ എന്റെ വീട്ടിലും എന്റെ മോന് 7 വയസ്സേ ഉള്ളൂ, അല്ലെങ്കിൽ 8 വയസ്സേ ഉള്ളൂ, ഒരു കുട്ടിക്ക് 1 വയസ്സേ ഉള്ളൂ, കൊണ്ട് കുഴപ്പമില്ല. അവര് കുറച്ചുകൂടെ വളർന്നു വരുമ്പോഴാണ് സംഭവിക്കുന്നെങ്കിലേ അച്ഛനെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്ന് പലതവണ വിളിക്കുകയാണ്. എന്നിട്ട് അതിന് കുറെ ഇല്ലാത്ത സ്റ്റഡിയും കൂടി ഉദ്ധരിക്കുകയാണ്. അപ്പൊ ഇത് അപ്പുറത്തിരിക്കുന്നതാണ്. എന്നിട്ട് വേറൊരാളിനെ മാഡം തന്നെ മുമ്പ് കഴിഞ്ഞ ദിവസം എടുത്തതുപോലെ കേരളത്തിലെ നമ്പർ 1 ക്രിമിനലാണ്. ഇതെല്ലാം ചെയ്യുന്ന എന്തിനാണ്? രാഹുൽ ഈശ്വർ കേരളത്തിലെ നമ്പർ 1 ക്രിമിനൽ ആണ് എന്ന് പറഞ്ഞ ഒരാളൊരു വീഡിയോ ഇടുന്നു, വേറൊരാൾ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണെന്ന് പറയുന്നു, ഏറ്റവും മോശമായി സംസാരിക്കുന്നു. ഞാൻ എന്താ ചെയ്തത്? ഞാൻ ചെയ്തത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിച്ചു. പുരുഷന്മാർക്കും കുടുംബങ്ങളും കൂടി ഉണ്ടാകണം, ഒരു സെൻസ് ഓഫ് ബാലൻസ്, ഒരു മധ്യവർത്തി നയം ഉണ്ടാകണം, സന്തുലനം ഉണ്ടാകണം. ഇത് പറഞ്ഞ എന്റെ നിലപാടിനെ വിമർശിക്കാതെ എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന ഒരുപാട് ആൾക്കാർ, എന്റെ പേരിനെ അടക്കം വ്യത്യസ്ത രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ട് ആക്രമിക്കുന്ന വളരെ ആൾക്കാർ, അവരോടെല്ലാം എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്, വളരെ സീനിയേഴ്സ് ആണ്. പക്ഷേ ഇത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താ? ഇത് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം ഞാൻ മുമ്പോട്ട് വെക്കുന്ന റൈറ്റ് കൺസർവേറ്റീവ് അല്ലെങ്കിൽ മധ്യ വലതിൽ നിൽക്കുന്ന കൺസർവേറ്റീവായ വ്യൂസിന് ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത കിട്ടരുത്.